നിലമ്പൂരിൽ UDFിൻ്റെ പോരാട്ടത്തിന് ചുക്കാൻ പിടിക്കുന്ന KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് നമ്മോടൊപ്പം ചേരുന്നു. UDFിന് ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നിരവധി ഘടകങ്ങളുണ്ട്. ഒന്ന് ഈ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ തന്നെയാണ്. അതിൽ കാർഷിക മേഖലയുടെ തകർച്ചയുണ്ട്, അതിരൂക്ഷമായ വന്യമൃഗ ശല്യമുണ്ട്, വിലക്കയറ്റമുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്, നികുതി ഭാരം വർധനവുണ്ട്. ഇന്ന് തന്നെ വൈദ്യുതി ചാർജ് വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന നിരവധിയായിട്ടുള്ള നയങ്ങളും സമീപനങ്ങളും പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും മുടങ്ങി നിൽക്കുന്നു. നാഷണൽ ഹൈവേയുടെ തകർച്ച ഏറ്റവും വലിയ അഴിമതിയുടെയും അനീതിയുടെയും അതുപോലെ തന്നെ ആസൂത്രണമില്ലായ്മയുടെയും തെളിവാണ്. ഇതെല്ലാം സർക്കാരിനെതിരെ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. ഇന്നിപ്പോൾ വിജയരാഘവൻ മുൻപ് UDF ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി എന്ന രീതിയിൽ പറഞ്ഞിരുന്നത് ഈ കൈക്കൂലി പരാമർശം ആസൂത്രിതമാണ് എന്നുള്ള KC വേണുഗോപാലിൻ്റെ കൺവെൻഷനിലുള്ള പരാമർശം അത് ആസൂത്രിതമാണ്, പിഴവല്ല എന്നാണ്. അത്തരത്തിൽ മലപ്പുറത്തെക്കുറിച്ച് UDF പിണറായിയുടെ ആഭിമുഖ്യം എടുത്ത് UDF നടത്തുന്ന പ്രചാരണം അതിനെയും വലിയ തോതിൽ തന്നെ LDF വിമർശിക്കുന്നുണ്ട്. മലപ്പുറം രൂപീകരിച്ച് തന്നെ ഇടതുപക്ഷമാണെന്നാണ് അവകാശപ്പെടുന്നത്. കോൺഗ്രസ് അതിനെതിരെ സമരം ചെയ്തവരാണെന്നാണ് അവകാശപ്പെടുന്നത്. എങ്ങനെയാണ് ഈ രണ്ട് കാര്യങ്ങളോട് പ്രതികരണം? ഒന്ന്, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, പെൻഷൻ എത്ര നാൾ കുടിശ്ശികയാകുന്നുണ്ട്. മാസം കൊടുക്കേണ്ടതല്ലേ, കൊടുക്കുന്നില്ലല്ലോ. അവസാനം തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കൊണ്ട് കൊടുക്കുന്നു. അതാണ് KC വേണുഗോപാൽ ചൂണ്ടിക്കാട്ടിയത്. നിരവധി ആളുകൾ, ഈ പെൻഷൻ അർഹതയുള്ള നിരവധി ആളുകൾ, ഇതിനെ മാത്രം ആശ്രയിക്കുന്ന ആളുകൾ ഞങ്ങൾ ജനപ്രതിനിധികളോടും പൊതുപ്രവർത്തകരോടും പരാതിപ്പെടുന്നുണ്ട്. പെൻഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ പ്രായം ചെന്ന ആളുകൾ പിച്ചച്ചട്ടി എടുക്കേണ്ടി വന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അന്നും LDF എന്താ അവരുടെ നടപടികളെ ന്യായീകരിക്കുക ചെയ്തത്. അപ്പോൾ പെൻഷൻ സമയത്ത് കൊടുക്കണം എന്നാണ് KC വേണുഗോപാൽ ഉദ്ദേശിച്ചത്. അല്ലാതെ ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ട് അവസാനം കൊണ്ട് കൊടുക്കുന്നതിന് പകരം സമയത്തത് കൊടുക്കണം. അക്കാര്യത്തിൽ കൃത്യത വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. ആ നിലപാടിൽ ഒരു തെറ്റുമില്ല. പിന്നത്തെ കാര്യം എന്താ, മുഖ്യമന്ത്രിയുടെ മലപ്പുറം വിരുദ്ധ പ്രസ്താവനകൾ അങ്ങോട്ട് ഹിന്ദു പത്രത്തിന് കൊടുത്തതല്ലേ. അത് സജീവമായിട്ട് നിൽക്കുന്ന ഈ അടുത്ത കാലത്തുണ്ടായൊരു സംഭവവികാസമല്ലേ. അതിനെ തുടർന്നാണ് ഈ വിജയരാഘവൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മലപ്പുറത്തിനെതിരായിട്ട്, ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട്. മുഖ്യമന്ത്രിയുടെ ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഹിന്ദു പത്രം അതിന് ഒരു കറക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തപ്പോൾ അവരെന്താ പറഞ്ഞത്, ഇത് PR ഏജൻസ് അങ്ങോട്ട് എഴുതി കൊടുത്തതാണ്. എഴുതി കൊടുത്തിട്ട് ഇതുകൂടി ചേർക്കണമെന്ന് പറയുമ്പോൾ അവരൊരു കാര്യം പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി തന്നെ നേരത്തെ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൽ പരാമർശിച്ചിട്ടുള്ളത്. അത് നിഷേധിച്ചിട്ടില്ലല്ലോ. എന്നാൽ തെറ്റായിട്ടാണ് ഇങ്ങനെ കൊടുത്തതെങ്കിൽ ഹിന്ദു പത്രത്തിനെതിരെ ഒരു നോട്ടീസ് അയക്കണ്ടേ? അല്ലെങ്കിൽ PR ഏജൻസ് തെറ്റായിട്ടാണ്, അനുമതിയില്ലാതെയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിർദ്ദേശവും അനുമതിയില്ലാതെയാണ് അത് ചെയ്തതെങ്കിൽ അവർക്ക് ഇന്നൊരു വിശദീകരണം ചോദിക്കണ്ടേ? പാർട്ടി നടപടി വേണ്ടേ? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നിയമസഭയിൽ ആ വിഷയം ഒരു അടിയന്തര പ്രമേയമായിട്ട് ചർച്ച ചെയ്യാൻ ഞാൻ തന്നെ നോട്ടീസ് കൊടുത്തത്. അവിടെ ചർച്ചയ്ക്ക് അനുമതി തേടിക്കൊണ്ട് പ്രസംഗിക്കാനുള്ള, സാധാരണഗതിയിൽ ചർച്ചയില്ലെങ്കിൽ പോലും ചർച്ചയ്ക്ക് അനുമതി തേടിക്കൊണ്ട് പ്രസംഗിക്കാൻ അവസരം തരാറുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അതിന് അവസരം നിഷേധിച്ചല്ലോ. എന്തുകൊണ്ടാണ്? വൈ ദേ ആർ അഫ്രെയ്ഡ് ഓഫ് എ ഡിസ്കഷൻ? എന്തുകൊണ്ടാണ് അവർ ചർച്ചയെ ഭയപ്പെടുന്നത്? അത് ചർച്ച ചെയ്താൽ അവരുടെ നിലപാടുകൾ വ്യക്തമാകും. ഇത് ഒറ്റയ്ക്കുള്ള നിലപാടല്ല, CPM നേതൃത്വത്തിൻ്റെ സംഘടിതമായ നിലപാടാണ്, ആലോചിച്ചുള്ള നിലപാടാണ്. വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധി വൻ ഭൂരിപക്ഷത്തിന് ജയിച്ചു കഴിഞ്ഞപ്പോൾ അവരതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്? അപ്പോൾ അതൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. അത് സഗൗരവം ചർച്ച ചെയ്യപ്പെടും. മലപ്പുറം രൂപീകരണത്തിൻ്റെ അവകാശവാദം ഇടതുപക്ഷം ഉന്നയിക്കുമ്പോൾ അതെങ്ങനെ കാണുന്നു? എത്രയോ ചർച്ച ചെയ്ത, അല്ല എത്രയോ പഴകിയതും തള്ളിക്കളഞ്ഞതുമായ വിഷയമാണ്. മലപ്പുറം ജില്ല എല്ലാ കാലത്തും UDFിൻ്റെ കോട്ടയല്ലേ. അതിൻ്റെ ഭാഗമായിട്ടല്ലേ തിരൂരങ്ങാടിയിൽ നിന്ന് AK ആൻ്റണി മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തെ വൻപിച്ച ഭൂരിപക്ഷത്തിന് ജയിപ്പിച്ചത്. ആ തിരൂരങ്ങാടിയിലും നിലമ്പൂർ ആര്യാടൻ ഇവിടെ MLA ആയിരിക്കുമ്പോൾ താലൂക്കും അനുവദിച്ചത് UDFിൻ്റെ ഗവൺമെൻറ്, ആൻ്റണിയുടെ ഗവൺമെൻറ് അല്ലേ. മലപ്പുറം ജില്ല UDFിൻ്റെ ശക്തി കേന്ദ്രമല്ലേ. ഈ നിലമ്പൂർ തന്നെ 2 പ്രാവശ്യം ചെറിയ വോട്ടുകൾക്കല്ലേ വഴുതി പോയിട്ടുള്ളത്. അത് തിരികെ പിടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് LDF ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിപക്ഷ നേതാവിനെയും KPCC പ്രസിഡന്റിനെയും മാറ്റും എന്നുള്ളതാണ്. LDF എന്നെ മാറ്റുന്നെങ്കിൽ ഞാൻ സ്വാഗതം ചെയ്തു. പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം അദ്ദേഹം പറയട്ടെ. LDF ആണ് എന്നെ KPCC സ്ഥാനത്ത് മാറ്റുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല. അവർ പകരം പേരും കൂടെ അവർ പറഞ്ഞോട്ടെ. തെരഞ്ഞെടുപ്പിന് ആദ്യഘട്ടത്തിൽ അതിൻ്റെ അർത്ഥം എന്താ? KPCC പ്രസിഡന്റിനെ മാറ്റുമെന്ന് അവർ പറയുമ്പം
അതിൻ്റെ അർത്ഥം എന്താ? അവരെന്തോ ഭയപ്പെടുന്നു എന്നല്ലേ? ഞങ്ങളുടെ ടീം വർക്കിനെ അവർ ഭയപ്പെടുന്നു. പ്രതിപക്ഷ നേതാവോ ഞാനോ ഒറ്റയ്ക്കല്ല, ഞങ്ങളുടെ കൂടെ UDFൻ്റെ നേതൃനിരയുണ്ട്, അണികളുണ്ട്, അനുഭാവികളുണ്ട്, ജനങ്ങളുണ്ട്. അതിനെ LDF ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ആശയമാണ് അവരിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്നത്. ഈ ഒരു പോരാട്ടത്തിൽ അൻവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറേ ശക്തിയാവുമായിരുന്നു, കരുത്തുണ്ടാകുമായിരുന്നില്ലേ? ആ പ്രത്യേക ഘടകമല്ല. ദാറ്റ്സ് എ നോൺ ഇഷ്യൂ. അപ്പോൾ അൻവർ മുന്നോട്ടുള്ള ആവശ്യം ഈ പ്രതിപക്ഷ നേതാവിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണം, 2026 വനം വകുപ്പും ആഭ്യന്തര വകുപ്പും നൽകണം, മലപ്പുറം ജില്ല തിരുവമ്പാടി കൂട്ടിച്ചേർത്ത് വേറെ ജില്ലയാക്കണം തുടങ്ങി നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ആർക്കും അമ്പരപ്പ് തോന്നുന്ന കാര്യങ്ങളാണ് അൻവർ മുന്നോട്ട് വയ്ക്കുന്നത് UDFന് മുമ്പിൽ. അമ്പരപ്പല്ല, എനിക്ക് ചിരിയാ വരുന്നത്. ഏതായാലും അദ്ദേഹം ഒരു കാര്യം സംബന്ധിച്ചത് നന്നായി. UDF ആണ് അടുത്തതിൻ്റെ മന്ത്രിസഭാ രൂപീകരണവും വകുപ്പ് വിഭജനവും നടത്തുന്നതെന്ന് സംബന്ധിച്ചതിന് നന്നായി. അല്ല, അൻവറിനെ ഇപ്പോൾ LDFൻ്റെ ഒരു പിന്തുണ ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ LDFന് വേണ്ടി അദ്ദേഹം നിലകൊള്ളുന്നു. ഈ ഇലക്ഷനിലൊരു നോൺ ഇഷ്യൂ അല്ല. ഈ ഇലക്ഷൻ രണ്ട് മുന്നണികൾ തമ്മിലുള്ള UDFും LDFും തമ്മിലുള്ള മത്സരം തന്നെയാണ്. അതിൽ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് പ്രസക്തിയില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം നിലപാടുകൾ മാറ്റം ഉണ്ടാവുമോ? നമുക്ക് ആലോചിക്കാം. വഴികൾ തുറന്നിട്ട് തന്നെയാണ്. ഇപ്പം നൗ ഇറ്റ് ഈസ് ക്ലോസ്ഡ്. താൽക്കാലികമായി ആ വഴി അടച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആ അധ്യായം അടച്ചിരിക്കുന്നു എന്ന് പറയാം അല്ലേ? നൗ ഇറ്റ് ഈസ് ക്ലോസ്ഡ്. അതാണ്. എന്താണെങ്കിലും എങ്ങനെയാണ് ഭൂരിപക്ഷത്തിൻ്റെ ഒരു പ്രതീക്ഷ? റെക്കോർഡ് ഭൂരിപക്ഷം. നിലമ്പൂരിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ തിരിച്ചെത്തുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അൻവറിൻ്റെ അധ്യായം ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നു എന്നാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം അത് തുറക്കുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടു തന്നെ അറിയാം. പ്രജിത് കോങ്ങാടിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18.